ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. ഇന്ന് മനോഹരമായൊരു മറ്റൊരു കൃഷ്ണാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് കേട്ടോ. കാതോർത്തിരുന്നോളൂ. ഹരേ കൃഷ്ണ. ഭഗവാന്റെ ലീലാവിലാസങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല. കേട്ടു നോക്കാം നമുക്ക്. എനിക്ക് കഴിഞ്ഞ ഇടയ്ക്ക് 2-3 അനുഭവങ്ങളുണ്ടായി. ഒരു 2 ആഴ്ച മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ മാത്രം കറണ്ടില്ലായിരുന്നു. ബാക്കി ഞങ്ങളുടെ അടുത്തുള്ള വീടുകളിലെല്ലാം കറണ്ടുണ്ട്. അപ്പം എന്താ അതിൻ്റെ ഫോൾട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. ഞങ്ങൾ പലതവണ ഇലക്ട്രിസിറ്റി വിളിച്ച് പറഞ്ഞിട്ട് അന്നേരം ആ സമയത്തൊക്കെ ഭയങ്കര കാറ്റും മഴയായിരുന്നു. ഒരുപാട് മരങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വീണ് അവർക്ക് ഒരുപാട് വർക്ക് കൂടുതലായിരുന്നു. അപ്പോൾ അവരത് വരാമെന്ന് പറയുന്നതല്ലാതെ അവർ വരുന്നില്ല. അപ്പം നമുക്ക് മാത്രം കറണ്ടും ഇല്ല. ഇൻവെർട്ടറിൽ നിന്ന് കിട്ടുന്ന കറണ്ട് വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ച് വെള്ളമാണേലും നമുക്ക് കോരാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം പിന്നെ ടാങ്കിൽ കുറച്ച് വെള്ളം കിടന്നതൊക്കെ അത്യാവശ്യം ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ പിന്നെ പൈപ്പ് ലൈൻ വരുന്ന വെള്ളമൊക്കെ കുറച്ചെടുത്തൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ തെറ്റാ എന്ന് വരികിലും ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു, ഈ കൃഷ്ണനെ വിളിച്ചിട്ടൊരു കാര്യവും ഇല്ല. ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. 4-5 ദിവസമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, കറണ്ട് വരണേ, ആരെങ്കിലും ഇലക്ട്രിസിറ്റിയിൽ നിന്നൊന്ന് പറഞ്ഞു വിടണേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഞാൻ ഗുരുവായൂരപ്പനോട് പിണങ്ങിയ എൻ്റെ പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ല. വ്യാഴാഴ്ചയാണ് ഞാൻ നോയമ്പെടുത്തത്, നിവേദ്യം വെക്കുകയൊക്കെ ചെയ്യുന്നിട്ട് ഭഗവാൻ എന്നോട് ഞാൻ പറഞ്ഞിട്ടൊന്നും ഭഗവാൻ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ശ്രീകൃഷ്ണൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അവിടെ ഞാൻ എപ്പോഴും വരികയും വഴിപാട് കഴിക്കുകയൊക്കെ ചെയ്യുന്നു, എന്നിട്ടും കേൾക്കുന്നില്ലല്ലോ. നിങ്ങളോട് ഞാൻ പിണങ്ങിയ കൃഷ്ണനോട്. ഇനി ഇങ്ങനെയാണ് ഞാൻ ഈ കൃഷ്ണനെ ഞാൻ വിളിക്കുന്നില്ല. ഇത്രയും ഞാൻ ബുദ്ധിമുട്ടി പറഞ്ഞിട്ടും എന്ത് ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്, കേൾക്കുന്നില്ലല്ലോ എന്നിങ്ങനെ ഞാൻ അവിടെ ഇരുന്നൊന്ന് പറഞ്ഞു പോയി. ഞാൻ ഉച്ചയ്ക്ക് കുളിച്ചിട്ടൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്നൊന്ന് പറഞ്ഞു പോയി. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞില്ല. അന്നേരം വലിയ കാറ്റുമൊന്നുമില്ലായിരുന്നു. ചുഴലിക്കാറ്റ് പോലൊരു കാറ്റ് വന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ഒരു സൈഡിൽ നിൽക്കുന്ന വലിയൊരു തേക്ക് അങ്ങ് വേരോടെ പിഴുത് റോഡിലോട്ട് വീണു. ആ റോഡെന്ന് പറഞ്ഞാൽ അതിലെപ്പോഴും വാഹനങ്ങളൊക്കെ പോകുന്ന ആ റോഡിലോട്ട് വീണു. ഞങ്ങളുടെ കുറേ മതിലും ഇടിഞ്ഞു. ആ തേക്ക് അതിന് മുന്നേ ഭയങ്കരമായിട്ടുള്ള കാറ്റ് പലപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷേ ആ തേക്കിന് ഒരു കുലുക്കവും സംഭവിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ഞാൻ ഭഗവാനെ ഇനിയും വിളിക്കുന്നില്ല, ഭഗവാനോട് പിണങ്ങിയ എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ എന്നൊക്കെ ഞാനിവിടുന്ന് പരിഭവം പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. എന്തായാലും കൊള്ളാം, തേക്ക് വേരോടെ മറിഞ്ഞു വീണു. അപ്പുറത്തെ വീട്ടിൽ തൊട്ടടുത്ത് വീടുകളുണ്ട്. ആ വീടിനോ ഞങ്ങളുടെ വീടിനോ ഒന്നും ഒരു പ്രശ്നം വരാതെ മതിൽ കുറേ ഭാഗം ഇടിഞ്ഞ് റോഡിൽ ഇലക്ട്രിക് ലൈനിലോട്ട് തന്നെ വീണു. അപ്പോൾ ആ പോസ്റ്റ് ഒടിഞ്ഞു ഇലക്ട്രിക്കിൻ്റെ. അപ്പം ആരോ വിളിച്ചു പറഞ്ഞു, കാരണം കട്ട് ചെയ്യണ്ടേ, കറണ്ട് കട്ട് ചെയ്യണമല്ലോ. ആരോ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ആൾക്കാർ പെട്ടെന്ന് തന്നെ അവിടെ വന്നു ലൈനൊക്കെ ഓഫ് ചെയ്തിട്ട് മരമൊക്കെ മുറിച്ച് മാറ്റണമെന്ന് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു. ഞങ്ങളുടെ അല്ലേ തേക്ക്. അപ്പം ഞങ്ങൾ പറഞ്ഞു, 5 ദിവസമായിട്ട് ഞങ്ങൾക്ക് കറണ്ടില്ല, എന്താ പ്രോബ്ലം ഒന്നും അറിയത്തില്ല, നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും ഫോൾട്ടാണോ അതോ ലൈനിൽ നിന്നുള്ള ഞങ്ങളുടെ സ്റ്റേ വയറിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ, ഇതുവരെ നിങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ നോക്കിയില്ലല്ലോ എന്ന് പറഞ്ഞു. അതിപ്പം തന്നെ നോക്കിയേക്കാമെന്നും പറഞ്ഞ് അവർ കയറി നോക്കിയപ്പോൾ സ്റ്റേ വയർ എന്തോ കുഴപ്പമായിട്ട് കിടക്കുമായിരുന്നു. അവരതെല്ലാം റെഡിയാക്കിയിട്ട് പോയി. ഇനി ഈ പോസ്റ്റൊക്കെ മുറിച്ച് മാറ്റി കഴിയുമ്പോൾ നിങ്ങൾക്കും കറണ്ട് കിട്ടും എന്നും പറഞ്ഞ് അവർ പോയി. അപ്പം കറണ്ടിൻ്റെ പ്രോബ്ലം പരിഹരിച്ചു. പക്ഷെങ്കിൽ എനിക്കങ്ങ് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ പിന്നെ ഒരുപാട് പ്രായശ്ചിത്തം പറഞ്ഞു ഭഗവാനെ, മനസ്സിൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞാൽ. കാരണം കറണ്ടില്ലാതെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വെള്ളത്തിൻ്റെ കാര്യമാണേലും എല്ലാം വിഷമം കൊണ്ടങ്ങ് പറഞ്ഞതാണ്. പക്ഷേ ഭഗവാന് അല്ലെങ്കിൽ അവർ വരത്തില്ലായിരുന്നു. ആ തേക്ക് വീണില്ലായിരുന്നു അവർ സ്റ്റേ വയറിൻ്റെ കംപ്ലൈൻ്റ് ഒന്നും അവർ പരിഹരിക്കത്തില്ല. മറ്റ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ അവരിത് ചെയ്യത്തില്ലെന്ന് അവരിങ്ങോട്ട് തന്നെ പറഞ്ഞു. നിങ്ങളുടെ വീട്ടിലെ മാത്രം ഒരു കാര്യമല്ലേ, അത് ഞങ്ങൾ പെട്ടെന്നൊന്നും വന്ന് ചെയ്യത്തില്ലായിരുന്നു. അതുപോലെ മരമൊക്കെ വീണ് കിടക്കുക, ഞങ്ങൾ മെയിനായിട്ടുള്ള പ്രോബ്ലം എല്ലാം പരിഹരിച്ച് കഴിഞ്ഞാൽ ഇവിടെ വരത്തുള്ളായിരുന്നു എന്നും പറഞ്ഞിട്ട് അവർ ശരിയാക്കി തന്നെ. ഏതായാലും അത് ശരിയായി. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പം ഗുരുവായൂർക്ക് പോകാനൊരു ചാൻസ് വന്നു. എൻ്റെ മോളും മരുമോനും എല്ലാം കൂടെ പോകാനായിട്ട് ഒരുങ്ങി വന്നു. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ
ഗുരുവായൂർക്ക് പോയി. അപ്പോൾ ഇവിടം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാനെ. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ വന്നിട്ട് ശരിക്കും ഭഗവാനെ കാണാനും പറ്റിയില്ല. തിരക്കിനിടയിൽ സെക്യൂരിറ്റി അവിടെ മതി മതി എന്നും പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങ് പോരുകയും ചെയ്തു. അന്നദാനത്തിന് പോയി, അതും കിട്ടിയില്ല. ഒന്നും പറ്റിയില്ല. ഭഗവാനെ ഇനി അങ്ങനെ കാണും. അപ്പം ഭയങ്കര ട്രാഫിക് ആയത് കാരണം ഞങ്ങൾ വേറെ ലോങ് റൂട്ടാണ് പോയത്. എറണാകുളം തൃശ്ശൂർ വഴിയല്ല പോയത്, വേറെ പിന്നെ റൂട്ട് പോയി. രാവിലെ 9 മണിക്ക് ഇവിടുന്ന് വണ്ടിയെ കയറിയതാണ്. വൈകിട്ട് 6:45 അവിടെ ഞങ്ങൾ എടുത്ത ഹോട്ടലിൻ്റെ റൂമിൽ ചെന്നപ്പോൾ. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നീണ്ട ക്യൂ ആയി. എങ്ങനെ അവിടെ കയറി പറ്റും, എങ്ങനെ ദർശനം കിട്ടും? അന്നാണെങ്കിൽ എൻ്റെ ഇളയ മോടെ പിറന്നാളുമായിരുന്നു. അപ്പം വ്യാഴാഴ്ചയുമായിരുന്നു. എന്തെങ്കിലും ഒരു വഴിപാട് ഭഗവാന് വെക്കണമായിരുന്നു പിറന്നാളിൻ്റേതായിട്ട്. ഇങ്ങനെ മനസ്സ് വിഷമിച്ച് നിന്നപ്പം ആ ഹോട്ടലിൻ്റെ പിന്നെ അവിടെ റിസപ്ഷൻ്റെ അവിടെ ഒരാൾ ഒരു ടാഗൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തോ ഒരു ജോലിക്കാരനാണെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളി ഇന്നിനിയും ദർശനം കിട്ടുമോ എന്നൊക്കെ ഞങ്ങൾ അവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം പുള്ളി ചോദിച്ചു, നിങ്ങൾ എവിടുന്ന് വരിക? അപ്പം ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് വരിക എന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു, ഞാൻ ദേവസ്വത്തിലെ ഒരു ജീവനക്കാരനാണ്, നിങ്ങളൊരു 8:30 ആകുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് വന്നേരെ, ഞാൻ എന്തെങ്കിലും ചെയ്യാം, നിങ്ങളെ ഇത്രയും പേരെ ഞാൻ എങ്ങനെയും ക്യൂവിൽ കയറ്റാം. 8:30 ആകുമ്പോഴത്തേക്ക് ദേവസ്വംകാർക്കുള്ള ക്യൂ ഉണ്ടല്ലോ, അപ്പോൾ 8:30 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങോട്ട് വന്നേക്കാൻ പറഞ്ഞു. ഞങ്ങളേതായാലും 8:30 ആയപ്പോൾ ചെന്നു. ആ പുള്ളിക്കാരന് ദേവസ്വംകാരുടെ ക്യൂവിനകത്ത് കയറ്റി വിട്ടു. ഞങ്ങൾ ഭഗവാനെ തൊഴുതു. പിന്നെ മോടെ പിറന്നാളായിട്ടുള്ള വഴിപാടും അവിടെ കഴിപ്പിക്കാൻ പറ്റി. പിന്നെ ന്യായമായിട്ടുള്ള രീതിയിൽ ഭഗവാനെ കണ്ടു തൊഴുതു. പിന്നെ ഒത്തിരി നേരം നിൽക്കാൻ പറ്റിയില്ല, എന്നാലും വേണ്ടുകയില്ല. തിരിച്ചിറങ്ങി വന്നപ്പോൾ അവിടെ ഈ വ്യാഴാഴ്ച ദിവസം ഉണ്ണിയപ്പം കൊടുക്കുന്ന, അന്നത്തെ എന്തോ ഒരു പ്രത്യേകതയായിരുന്നു, ഉണ്ണിയപ്പം കൊടുക്കുന്ന ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുക. അവിടെയും ഭയങ്കര ക്യൂവാണ്. അവിടെ കയറിയിട്ട് ഒരു രക്ഷയില്ല. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഭഗവാനെ ഒരു ഉണ്ണിയപ്പം പോലും കിട്ടിയില്ലല്ലോ, എല്ലാവരും നേണ്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നെന്ന്. അപ്പം ഞാനിങ്ങനെ വിഷമിച്ച് നിന്നപ്പോൾ ഉണ്ട് പ്രായമായ ഒരു അച്ഛന് എൻ്റെ അടുത്തോട്ട് വന്നു, ഒരു ഉണ്ണിയപ്പം കൂടെ കൊണ്ട്. എന്നിട്ടൊരു ശകലം ഇങ്ങനെ പിച്ചി കീറി തന്നു. എനിക്കാരോ തന്നതാണ്, അതിൻ്റെ പങ്കാന്നും പറഞ്ഞ് എനിക്കും മോക്കും മോടെ മക്കൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ പിച്ചി കീറി ഒരു ചെറിയ കഷ്ണം തന്നു. അത് കഴിഞ്ഞൊരു ശകലം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഈ ക്യൂവിൽ കയറ്റി വിട്ട ആൾ എവിടുന്നോ 2-3 ഉണ്ണിയപ്പം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അതും ഷെയർ ചെയ്ത് തന്നു. എന്നാലും നമുക്കായിട്ട് കിട്ടിയില്ലല്ലോ. ആ ഒരു വിഷമത്തിൽ ഞാൻ ഇങ്ങ് പോരുന്നു. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പം ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ കാണാമെന്നും വെച്ച് ഞാനും മോളും കൂടെ പോയി. മറ്റുള്ളവരൊക്കെ ഹോട്ടലിലോട്ടും പോയി. ഞങ്ങൾ രണ്ടുപേരും കൂടെ കടയിലൊക്കെ കയറി കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ പെതുക്കെ നടന്നു വന്ന് ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ എന്തൊക്കെ പരിപാടി നടക്കുമായിരുന്നു അതൊക്കെ കണ്ടുകൊണ്ട് നിന്നിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോകാനായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു 11:30 ആയി സമയം. ഒരു പയ്യന് ഒരു കസവും മുണ്ടും ഉടുത്തിട്ടുണ്ട്, നല്ലൊരു ചെക്ക് പോലത്തെ ഒരു ഷർട്ടും ഇട്ടിട്ടുണ്ട്. ഒരു പയ്യനാണ്, ഒരു 10-22 വയസ്സ് കാണും. ഞങ്ങളുടെ നേരെ ചിരിച്ചുകൊണ്ട് വരിക. ഞങ്ങളുടെ നേരെ ചിരിച്ചുകൊണ്ട് വന്നിട്ട് 2 ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു, അത് ഞങ്ങളുടെ കയ്യിൽ തന്നു. കഴിച്ചു എന്നും പറഞ്ഞ് 2 ഉണ്ണിയപ്പം. അതെനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നിയത്. കാരണം ഞങ്ങളവിടെ അകത്ത് നിന്നപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു, വിതരണം എല്ലാം കഴിഞ്ഞ് തീർന്നു. ഉണ്ണിയപ്പം ഉണ്ടാക്കിയ ആ പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് കഴുകാനായിട്ട് പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടാണ് ഇറങ്ങി വന്നത്. ഈ 11:30 സമയത്ത് എവിടുന്ന് കിട്ടി ഈ ഉണ്ണിയപ്പം? അത് ഞങ്ങളുടെ നേരെ, അവിടെ പലരും നിൽപ്പുണ്ട്, ആ ഭാഗത്തൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. ഞങ്ങളുടെ നേരെ വന്ന് ഞങ്ങളുടെ കയ്യിൽ 2 ഉണ്ണിയപ്പവും തന്നിട്ട് അതുപോലെ സ്പീഡിൽ അങ്ങ് പോയി. അതെങ്ങോട്ട് പോയെന്നും അറിയത്തില്ല, ആരാന്നും അറിയത്തില്ല. ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടാണ് വന്നത്. ആ മുഖം എനിക്ക് ഇപ്പോഴും ഓർമ്മയിലെടുക്കാൻ പറ്റുന്നില്ല, പക്ഷെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടാണ് വന്നത്. എനിക്കങ്ങ് ഭയങ്കര സന്തോഷവും അത്ഭുതവും എല്ലാം ആയിപ്പോയി. അത് ഭഗവാൻ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കത്തുള്ളൂ, ആ പയ്യന് വന്നത്. ഹരേ കൃഷ്ണ. അമ്മയുടെ കൃഷ്ണാനുഭവം കേട്ടല്ലോ. ആ കസവ് മുണ്ടെടുത്ത് നിറപുഞ്ചിരിയോടെ വന്നത് തീർച്ചയായിട്ടും ഭഗവാൻ തന്നെയായിരിക്കും. ഗുരുവായൂരിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് പേർക്കുണ്ടായിട്ടുണ്ട്. തൻ്റെ ഭക്തരെ ചെറിയ ആവശ്യങ്ങൾ പോലും ഭഗവാൻ നിറവേറ്റി കൊടുത്തിട്ടുണ്ട്. അല്പം കുസൃതിയൊക്കെ കാണിക്കുമെങ്കിലും ഭഗവാൻ തീർച്ചയായിട്ടും നമ്മുടെ വിളി കേൾക്കുമെന്നുള്ളതാണ്. ഭഗവാൻ കൂടെ ഉണ്ടാകും. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം.
എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെയുള്ള കൃഷ്ണാനുഭവങ്ങൾ നമ്മുടെ ചാനലിൽ പങ്കുവയ്ക്കണേ. കൃഷ്ണാനുഭവങ്ങൾ കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായിട്ടും കൃഷ്ണാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ മടി കാണിക്കരുതേ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേശ്യാം. താങ്ക് യു.